സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നബി തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കണ്ടിട്ടും പൂതി തീരുന്നില്ല. വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയാൽ ഉടനെ തിരിച്ച് ഇങ്ങോട്ട് വരും. എന്നിട്ട് നബി തങ്ങളെ കണ്ട് വീണ്ടും വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയാൽ പിന്നെയും അവിടെ നിൽക്കപ്പുറകെ ഉണ്ടാവില്ല, പിന്നെയും വരും ഇതേപോലെ ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ പല ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോൾ നബി തങ്ങൾ ചോദിക്കും, സൗബാൻ എന്തേ വന്നത് എന്ന് ചോദിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു പറയും, നബിയെ ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അവിടെ എത്തിയപ്പോ വീണ്ടും അങ്ങയെ കാണാൻ തോന്നി, അങ്ങനെ വന്നതാണ്. നബി എനിക്ക് എപ്പോഴും അങ്ങയെ കാണണം, നബിയെ എനിക്ക് എപ്പോഴും അങ്ങയെ കാണണം. അപ്പൊ നബി തങ്ങള് സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ സ്നേഹിതന്മാർ സ്വർഗത്തിൽ ഒരുമിച്ചുണ്ടായിരിക്കും എന്ന ആശ്വാസവാക്ക് പറയും. സൗബാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൺ തുറന്ന് കാണും. ഇങ്ങനെ കൺ തുറന്ന് നബി തങ്ങളെ ഇങ്ങനെ കാണും. കണ്ടിട്ട് രണ്ട് കണ്ണും രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് അടയ്ക്കും. അടച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഇനി സൗബാന് കാഴ്ച വേണ്ട, എന്റെ കാഴ്ച ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നബി തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യും. ആ നിമിഷം സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച അപ്രത്യക്ഷമാവും. നോക്കൂ, നബി തങ്ങളെ കണ്ട ഈ കാഴ്ച കൊണ്ട് ഇതായിരിക്കണം എന്റെ അവസാനത്തെ കാഴ്ച എന്ന് വിചാരിച്ച് നടക്കുന്ന സഹാബിവര്യന്മാരെ നമുക്ക് കാണാൻ പറ്റും.